ഫലസ്തീനിലെ ഗസയിലെ പാവപ്പെട്ട മുസൽമാന് വേണ്ടി അവർക്ക് വേണ്ടി ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ നമ്മുടെ നേതാക്കൾ ആഹ്വാനം ചെയ്ത ദിവസമാണ്. ഗസയിലെ പാവപ്പെട്ടവർ, ഗസയിലെ പ്രിയപ്പെട്ടവർ ഓരോ ദിവസവും അവർ മരിച്ചു വീഴുകയാണ്. 18 വർഷമായിട്ട് തുറന്ന ജയില് പോലെ അവർ ഉപരോധത്തിലാണ്. അവർക്ക് വെള്ളം കിട്ടുന്നില്ല, ഭക്ഷണം ലഭിക്കുന്നില്ല, മരുന്ന് ലഭിക്കുന്നില്ല. ഒരു ചെറിയ തുരുത്തു പോലെ എല്ലാ ഭാഗത്തു നിന്ന് ശത്രുക്കളാൽ വളയപ്പെട്ട ഒരു ജനത. ആ ജനതയിലെ 18 വർഷത്തെ നിരന്തരമായ ഉപരോധത്തിനൊടുവിൽ അവരെ കൊന്നൊടുക്കാൻ, വംശീയമായിട്ട് ഉന്മൂലനം ചെയ്യാൻ ഇസ്രായേൽ മുന്നോട്ട് വരുന്നത് അതാണ്. ആ ഇസ്രായേലിന്റെ കിരാതമായ നടപടിക്ക് മുമ്പിൽ ലോകം മൗനമായിട്ട് നിൽക്കുമ്പോഴാണ് ലോകത്തെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള 500ഓളം വരുന്ന സാമൂഹ്യ പ്രവർത്തകർ ഏതാനും കപ്പലുകളിൽ, ചെറിയ ബോട്ടുകളിൽ ഗസ ലക്ഷ്യമാക്കിയിട്ട് പുറപ്പെട്ടത്. അന്താരാഷ്ട്ര കടലിൽ വെച്ചുകൊണ്ട് ഇസ്രായേൽ അവരെ ആക്രമിക്കുകയും അവരെ കീഴ്പ്പെടുത്താനുള്ള ശ്രമം നടത്തി. നമ്മൾ വാർത്തയിൽ കണ്ടു. സുമൂദ് എന്ന പേര്, ആ പേര് ഉറച്ചു നിൽക്കുന്ന എന്നർത്ഥം വരുന്ന സുമൂദ് എന്ന വാക്കിൽ സുമൂദ് ഫ്ലോട്ടില്ല. അവര് നിർഭയരായിട്ട് നമ്മൾ അത്ഭുതപ്പെടുത്തുകയാണ്. ലോകം മുഴുവനും മൗനം പാലിക്കുമ്പോ നിസ്സഹായരായ ഒരു ജനതക്ക് മരുന്നും ഭക്ഷണവുമായി ലോകത്തിന്റെ പല ഭാഗത്ത് നിന്ന് സാമൂഹ്യ പ്രവർത്തകർ 40ഓളം ചെറു കപ്പലുകളിലായി അവര് സ്പെയിനിൽ നിന്ന് പുറപ്പെട്ട് ഗസ ലക്ഷ്യമാക്കിയിട്ട് ശക്തമായ പ്രതികൂലമായ പല കാലാവസ്ഥയിലും ഇസ്രായേൽ എന്ന കിരാതമായ ഭരണകൂടത്തിന്റെ നരാധമന്മാരായ ആ ജൂത ഭരണകൂടത്തിന്റെ എല്ലാ ആക്രമണ സാധ്യതകളും ഉണ്ടാകുമ്പോ ഗസയിലെ പാവപ്പെട്ടവർക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് അവർ പോയത് അങ്ങനെയാണ്. ഗസയെ പറ്റി പറയുമ്പോ കഴിഞ്ഞ ദിവസം നിങ്ങളൊരു വീഡിയോ കണ്ടിട്ടുണ്ടാകും. ഗസയുടെ തെരുവിൽ അവശേഷിക്കുന്ന മനുഷ്യർക്കിടയിലേക്ക് ഇസ്രായേൽ വിമാനത്തിൽ വന്നുകൊണ്ട് നോട്ടീസ് വിതരണം ചെയ്യുകയാണ്. ആ നോട്ടീസിൽ എഴുതിയിരിക്കുന്നത് അടുത്ത 24 മണിക്കൂറിനകം നിങ്ങളുടെ വീട് വിട്ടിട്ട് പോകേണ്ടതാണ്. അവശേഷിക്കുന്ന ഏതാനും കെട്ടിടങ്ങൾ, ആ കെട്ടിടങ്ങളിൽ കഴിയുന്ന പാവപ്പെട്ട മനുഷ്യരോട് അടുത്ത മണിക്കൂറുകൾക്കകം അവിടം വിട്ടു പോകണം, ഞങ്ങൾ ഈ കെട്ടിടങ്ങൾ തകർക്കാൻ വേണ്ടി പോവാണ് എന്ന മെസ്സേജാണ്. ആ ലെറ്റർ പെറുക്കിയെടുക്കുന്ന കുട്ടികളോട് നിങ്ങൾ ഈ കടലാസ് കഷ്ണങ്ങൾ എന്തിനാണ് പെറുക്കിയെടുക്കുന്നത് എന്ന് ചോദിക്കുമ്പോ ഇത് ഞങ്ങളുടെ വീട് വിട്ടു പോകാനുള്ള ഇസ്രായേലിന്റെ ആഹ്വാനമാണ്. നിങ്ങൾ ഈ നോട്ടീസൊക്കെ പെറുക്കിയിട്ട് എന്താ ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്ന് ചോദിക്കുമ്പോ 10 വയസ്സിന് താഴെയുള്ള ആ മക്കള് നിർഭയരായിട്ട് പറയുന്ന ഒരു മറുപടി ഉണ്ട്. ഞങ്ങൾ ഇത് മുഴുവനും കീറിക്കളയാൻ വേണ്ടി പോവാണ്, ഇത് മുഴുവനും കീറിക്കളയാൻ വേണ്ടി പോവാണ്. ഇസ്രായേൽ നിങ്ങൾ ആക്രമിക്കാൻ വേണ്ടി വരുന്നു. തലക്ക് മേതെ ബോംബ് വരാൻ ഏത് നിമിഷവും മരണം വന്നെത്തുമെന്ന നിശ്ചയദാർഢ്യത്തോടെ ഉറപ്പുള്ള ഒരു ജനത. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ആ മക്കളോട് ചോദിക്കുമ്പോ ഞങ്ങൾ ഈ നാട് വിട്ടിട്ട്, ഈ മണ്ണ് വിട്ടിട്ട് എങ്ങോട്ടും പോകുന്നില്ല, മരിക്കുകയാണെങ്കിലോ, നിങ്ങൾ അടുത്ത നിമിഷം കൊല്ലപ്പെടുകയാണെങ്കിലോ, അവര് നൽകുന്ന മറുപടി ഞങ്ങൾ അതിനു വേണ്ടി കാത്തു നിൽക്കുകയാണ് എന്നതാണ്. ഞങ്ങൾ അതിനു വേണ്ടി കാത്തു നിൽക്കുകയാണ്. ഷഹാദത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു ജനതയെയാണ് സത്യത്തിൽ ഇസ്രായേൽ കീഴ്പ്പെടുത്താൻ നോക്കുന്നത്. മരിക്കാൻ തയ്യാറാകുന്ന ഒരു ജനതയെ എങ്ങനെ തോൽപ്പിക്കാൻ വേണ്ടി പറ്റും? മരിക്കാൻ തയ്യാറാകുന്ന ജനതയെ എങ്ങനെയാ തോൽപ്പിക്കാനാവുക? ഗസയിൽ സത്യത്തിൽ ഖത്ലെ ഹുസൈൻ അസ്ൽ മേ മർ ഗയേ യസീദ് ഹൈ, ഇസ്ലാം സിന്ദ ഹോതാ ഹൈ ഹർ കർബല കെ ബാദ്. സത്യത്തിൽ ഗസയിൽ മരിച്ചു വീഴുന്നത് പാവപ്പെട്ട ഫലസ്തീനികളാണെങ്കിലും തോറ്റുകൊണ്ടിരിക്കുന്നത് ഇസ്രായേൽ തന്നെയാണ്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അള്ളാന്റെ ഹബീബ് നബിയുന മുഹമ്മദ് മുസ്തഫ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആത്യന്തികമായിട്ട് ജൂതരാഷ്ട്രത്തിന് വന്നുപെടാനുള്ള വിധിയെ പറ്റി വളരെ കൃത്യമായിട്ടുള്ള പ്രവചനം നടത്തിയിട്ടുണ്ട്. ലോകരാഷ്ട്രീയത്തിന്റെ പോക്ക് അങ്ങോട്ടേക്കാണ്. ലോകരാഷ്ട്രീയത്തിന്റെ പോക്ക് അങ്ങോട്ടേക്കാണ്. മഹദി ഇമാമ വരുന്നതോടുകൂടെ ജൂതരാഷ്ട്രം തകർത്തെറിയപ്പെടാൻ വേണ്ടി പോവാണ്. അത്ഭുതകരമാണ് സത്യത്തിലെ കാര്യങ്ങൾ. നിങ്ങൾ ഈ ഇസ്രായേലിനെ പറ്റി ഒന്ന് പഠിച്ചോ നോക്കൂ. അവിടെ ബെൻഗൂരിയൻ എന്ന് പറയുന്ന അവരുടെ മുൻ പ്രസിഡന്റിന്റെ പേരിലുള്ള ഒരു എയർപോർട്ട് ഉണ്ട്. ആ എയർപോർട്ട് ഉള്ളത് ഇസ്രായേലിലെ ലുദ് എന്ന്, ബാബു ലുദ്, ആ ലുദ് എന്ന് പറയുന്ന നഗരത്തിലാണ്. ഈ ബാബു ലുദ്ദിന് ഒരു പ്രത്യേകതയുണ്ട്. അള്ളാന്റെ ഹബീബ് നബിയുന മുഹമ്മദ് മുസ്തഫ നബി തങ്ങൾ പ്രവചിച്ചിട്ടുണ്ട്, അവസാന കാലത്ത് മസീഹ് ദജ്ജാൽ വരുമെന്ന്. മസീഹ് ദജ്ജാൽ ലോകത്ത് മുഴുവൻ കുഴപ്പമുണ്ടാക്കുമെന്ന്. എന്റെ മദീനയുടെ അതിർത്തി വരെ വരും, എന്റെ മദീനക്ക് കടക്കാൻ ദജ്ജാലിന് സാധ്യമാവില്ല എന്ന് എന്റെ മദീനയിലെ പള്ളി കാണിച്ചിട്ട് ലിമൻ ഹാദാ, ഇത് ആരുടേതാണ്? അൽ ഖസ്റുൽ അബിയദ്, ഈ വെള്ളക്കൊട്ടാരം
ആരുടേതാണെന്ന് ദജ്ജാൽ ചോദിക്കുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നതല്ല. ആ ദജ്ജാൽ പിന്നീട് ഇസ്രായേലിലേക്ക് എത്തും. ഇസ്രായേലിലെ ലുദ് എന്ന് പറയുന്ന ബാബു ലുദ്ദിൽ വെച്ചിട്ട് ഈസാ നബി അലൈഹിസ്സലാം ഈ ദജ്ജാലിനെ പിടികൂടുമെന്നും അവിടെ വെച്ചിട്ട് അവനെ വധിച്ചു കളയുമെന്നും 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നബിയുനാ മുഹമ്മദ് മുസ്തഫ. അന്ന് അങ്ങനെ ഒരു ജൂതരാഷ്ട്രമേ ഇല്ല. അന്നൊരു ജൂതരാഷ്ട്രമേ ഇല്ല. ഷാമിന്റെ ഭാഗമാണ്, ബിലാദു ഷാമിന്റെ. ഇന്നത്തെ ഇസ്രായേലിൽ ലുദ് എന്ന് പറയുന്ന നഗരമുണ്ട്. ആ നഗരത്തിൽ ഒരു എയർപോർട്ട് ഉണ്ട്. ഒരുപക്ഷെ ആ എയർപോർട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുമ്പോഴായിരിക്കാം മഹാനായ ഈസാ നബി അലൈഹിസ്സലാം ആ ദജ്ജാലിനെ പിടികൂടുന്നുണ്ടാവുക. അനിവാര്യമായ ഒരു പതനത്തിലേക്ക് ആ രാഷ്ട്രവും ആ ജനതയും പോയിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു ഗസ്സയിലെ പാവപ്പെട്ട നമ്മുടെ സഹോദരന്മാർക്ക് മോചനം നൽകുമാറാകട്ടെ.